അബിൻ വർക്കി, കെ രമ അടക്കം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ മാത്രമല്ല എല്ലാ കൊലപാതകങ്ങളുടെയും തീർത്താൽ തീരാത്ത വൈധവ്യങ്ങളുടെ എത്ര എണ്ണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടെ എന്താണ് ആലപ്പുഴയിലെ ആ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ കോടതി കൊടുക്കുന്നുണ്ട്. ഈ കേസിൽ ജീവപര്യന്തം ഇരട്ടിയാക്കുന്നുണ്ട്. 20 വർഷം പരോൾ പോലും വേണ്ടാന്ന് കർശനമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ സംഘടനാ പിൻബലം പിന്നാലെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു കൊലപാതകത്തിൽ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ഇറങ്ങി പുറപ്പെട്ടാൽ ഇനി എളുപ്പമാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാകുന്നുണ്ടോ ഇന്നത്തെ കോടതി വിധി? അബിൻ, തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടും ഈ ശ്രീ പി മോഹനനെ പോലുള്ളവരുടെ ആളുകളുടെ അഹങ്കാരമുണ്ടല്ലോ. ഇപ്പം അദ്ദേഹമൊക്കെ ഈ ചാനലിൽ വന്നിരുന്ന് ഇത്രയധികം ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടും കൂടി പറയുന്ന ആ അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരമടക്കം മേൽക്കോടതിയിൽ പോയി ഇയാളെയൊക്കെ ജയിലിൻ്റെ അടിത്തട്ടിൽ കിടത്താൻ, ജയിലിൻ്റെ തറയിൽ കിടത്തുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എങ്കിൽ മാത്രമേ താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വാർണിംഗ് അത് ഈ കൊലപാതകികൾക്കും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കിട്ടുകയുള്ളൂ. ഇപ്പം അയാൾ ഇവിടെ പറഞ്ഞതെന്താ, മരിച്ച മനുഷ്യനല്ലേ വെറുതെ വിട്ടുകൂടെ? ആരെക്കുറിച്ചാണ് പറഞ്ഞേ? ഈ കൊലപാതക കേസിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ കോൺസ്പിറസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച PK കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. മരിച്ചുപോയില്ലേ, അതുകൊണ്ട് വെറുതെ വിട്ടുകൂടെ എന്ന്. ഈ മെയ് 4-ാം തീയതി ഈ ക്രൂര കൊലപാതകം രാത്രി 10:30 നടന്നിട്ട് മെയ് 5-ാം തീയതി രാവിലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ശ്രീ ഹാഷ്മി താങ്കൾ ഓർക്കുന്നില്ലേ? ഈ ചാനലിലെ ആർക്കൈവ്സിൽ ഉണ്ടാകുമല്ലോ. അന്ന് കുലങ്കുത്തി എന്ന് വിളിക്കുക മാത്രമല്ല പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ആരാണ്? ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. ഈ കൊലപാതക സംഘത്തിന്റെ കൊട്ടേഷൻ ലീഡർ, ക്യാപ്റ്റൻ, ഈ കൊലപാതകികളുടെ ക്യാപ്റ്റൻ, അയാളാണ് പൊട്ടിച്ചിരിച്ചത്. കുലങ്കുത്തി എന്ന് വിളിച്ചിട്ടാ പൊട്ടിച്ചിരിച്ചത്. മരിച്ച് മണ്ണോടടിഞ്ഞ് 51 വെട്ടുവെട്ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തുന്നിച്ചേർക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്താണ് അയാൾ പത്രസമ്മേളനം നടത്തിയിട്ട് കുലങ്കുത്തി എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചത്. മരിച്ച മനുഷ്യരെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ആദ്യം വെറുതെ വിടേണ്ടിയിരുന്നത് TP ചന്ദ്രശേഖരനെ ആയിരുന്നു മിസ്റ്റർ. അത് മാത്രമല്ല ഈ രമേശിനെ എത്രമാത്രം ഈ CPM അധിക്ഷേപിച്ചു, ഇന്നും അധിക്ഷേപം തുടരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലേ? ഇവരെ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഈ സംസ്ഥാനം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് പ്രസംഗിച്ചു കിടന്നത് ഈ CPM നേതാക്കന്മാരല്ലേ? പാർട്ടിയെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ പ്രത്യുപകാരമാണ് MLA സ്ഥാനം എന്ന് പറഞ്ഞത് ഇന്നും CPM നേതാക്കന്മാരല്ലേ? എന്തൊക്കെ വഷളത്തരങ്ങൾ സൈബറിടങ്ങളിൽ കണ്ടു എന്തൊക്കെ വഷളത്തരങ്ങൾ സൈബറിടങ്ങളിൽ നമ്മൾ കണ്ടു കേട്ടു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടല്ലോ ഒരു വഷളം പ്രകടനത്തിന്റെ വിഷ്വൽ ഓർമ്മയുണ്ടാവണം. പറയുന്നില്ല, പോട്ടെ, പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, അത് മാത്രമല്ല ഹാഷ്മി, താങ്കൾ ഓർക്കുന്നുണ്ടാവും, VS ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്താൻ സാധിക്കാത്തവരാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടിക്കൊന്നത്. അന്ന് അവർക്കത് സാധിക്കില്ലായിരുന്നു. ഇല്ലെങ്കിൽ VS അച്യുതാനന്ദനെ ആ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ അതേ വിഭാഗമാണ് TP ചന്ദ്രശേഖരനെ അതേ ഗ്രൂപ്പിന്റെ പേരിൽ 51 വെട്ടുവെട്ടിക്കൊന്നത്. ഈ പാർട്ടി എത്രമാത്രം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പൊ ഹാഷ്മി ആദ്യം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തപ്പോൾ ഉള്ള ചരിത്രം പറഞ്ഞല്ലോ, ഓർമ്മ പറഞ്ഞല്ലോ. അന്ന് കൈരളിയുടെ ഓർമ്മ ഹാഷ്മി ഓർക്കുന്നുണ്ടോ? അന്ന് 5-ാം തീയതി രാവിലെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കൈരളിയുടെ ഹെഡിങ് ഈ കൊലപാതകം NDF നിയോഗിച്ച സംഘം നടത്തിയത്. അതിന്റെ ഉദാഹരണമാണ് മാഷ അള്ള സ്റ്റിക്കർ ഇന്നോവ കാറിന്റെ പിറകിൽ വന്നത്. 30 ലക്ഷം രൂപ കൊട്ടേഷൻ തുക. കൈരളിക്കെന്താ ത്രികാല ജ്ഞാനമുണ്ടായിരുന്നു? അവിടെ ഏതോ ഒരു പള്ളിയിൽ രാത്രി മൊത്തം അണയാതെ കിടന്ന ലൈറ്റിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു വാർത്ത. അന്ന് അവിടെ ഏതോ ഒരു പള്ളിയിൽ രാത്രി മൊത്തം അണയാതെ കിടന്ന ഒരു ലൈറ്റിനെ പറ്റിയൊക്കെ വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ അക്കാലത്ത്. തീർച്ചയായിട്ടും ഈ കൈരളി അത് തന്നെയാണ് പറഞ്ഞത്. ഈ കൈരളിക്കാരൻ എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? അതും മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഈ കൊലപാതകികളെ സംരക്ഷിക്കാൻ ഇവർ നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. അത് ഈ PK കുഞ്ഞനന്ദൻ, അതുപോലെ തന്നെ KK കൃഷ്ണൻ, അശോകൻ, ജ്യോതി ബാബു, ട്രൗസർ മനോജ്, ഇവർ പാർട്ടി ഭാരവാഹികളല്ലേ ശ്രീ ഹാഷ്മി? ഇവർ ഈ കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞു. ശരി, ഒരു മിനിമം മര്യാദയുണ്ടെങ്കിൽ, ഒരു മിനിമം മാന്യതയുണ്ടെങ്കിൽ ഈ പാർട്ടി ഭാരവാഹികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? പാർട്ടി ഭാരവാഹിത്വം ഇന്നും നിലനിൽക്കുന്ന ഈ കേസിലെ പ്രതികളാണെന്ന് കേരളത്തിലെ പരമോന്നത കോടതി ഇപ്പോഴും പറഞ്ഞ അവർ ഇപ്പോഴും പാർട്ടി ഭാരവാഹികളാണ്. അവർ ഇപ്പോഴും സംരക്ഷിക്കുമെന്നാണ് CPM പറയുന്നത്. അപ്പോൾ ആ CPM ഇതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വല്ല മൂഢസ്വർഗത്തിലോ മണ്ടന്മാരുടെ ലോകത്തിലോ ആണോ ഹാഷ്മി? ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കേരളത്തിൽ ആ ഓർക്കാട്ടേരി ഏരിയയിലെ അല്ലെങ്കിൽ ഒഞ്ചിയം ഏരിയയിലെ ഏതോ 3-4 സഖാക്കന്മാർ ചേർന്ന് നിർവഹിച്ചതല്ല. ഇവിടെ നീലകണ്ഠൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ണൂർ ജില്ലയിലെയും
കോഴിക്കോട് ജില്ലയിലെയും പൂക്കടയിലായിട്ടും ഗസ്റ്റ് ഹൗസുകളിലായിട്ടും നടത്തിയ ഗൂഢാലോചനയിൽ ഉരുത്തിരിഞ്ഞു വന്ന കൊലപാതകമാണ്. അത് CPM ഏതായാലും ഒരു കാര്യം പറഞ്ഞില്ല ശ്രീ ഹാഷ്മി, ഈ വാളെടുത്ത് സ്വയം കുത്തി മരിച്ചതാണ് TP ചന്ദ്രശേഖരൻ എന്ന് ആ കാര്യത്തിലെ ന്യായീകരണമായിട്ട് CPM പറഞ്ഞില്ല. അത്രമാത്രം സമാധാനമുള്ളൂ. ഈ കൊലപാതകികളെ, ഈ കൊടും ക്രിമിനലുകളെ, ഇന്നും ഈ കൊലപാതകത്തിന് വേണ്ടി ഇന്നും ഒത്താശ ചെയ്യുന്ന, അത് കൃപേഷ് ശരത്ലാൽ കേസിലായിക്കോട്ടെ, ഷുഹൈബിന്റെ കേസിലായിക്കൊള്ളട്ടെ, കോടിക്കണക്കിന് പൈസ ഞാനും ഹാഷ്മിയും അടങ്ങുന്ന നികുതി നായകരുടെ പൈസ എടുത്ത് സുപ്രീം കോടതി വരെ കേസ് നടത്താൻ പോവുകയാണ്. സാധാരണക്കാരന് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കാലഘട്ടത്തിലും സുപ്രീം കോടതി വക്കീലന്മാർക്ക് സ്വന്തം മോൾക്ക് വേണ്ടിയും ഈ കൊലപാതകികൾക്ക് വേണ്ടിയും ഈ സർക്കാർ ഇവർ നടത്തുന്ന പ്രവർത്തനം നമ്മൾ കാണണ്ടേ ഹാഷ്മി? അപ്പൊ ഈ കൊലപാതക സംഘത്തിന്റെ ഇപ്പൊ ഈ മോഹനൻ മാസ്റ്റർ ഇപ്പൊ അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് പോയെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെയൊക്കെ അഹങ്കാരമുണ്ടല്ലോ, അത് ഒടുക്കത്തെ അഹങ്കാരമാണ്. ഈ കൊലപാതക കേസോടുകൂടി ഈ CPM കൊലപാതകികളുടെ, ഈ മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള കൊലപാതകികളുടെ അഹങ്കാരം അവസാനിക്കണം ഹാഷ്മി. കാക്കക്കാലിന് പോലും തണലില്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ഒരു ശ്മശാന ഭൂമിയിലാണ് ഈ CPM ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഈ മോഹനൻ മാസ്റ്റർ അടക്കമുള്ള കൊടും ക്രിമിനലുകൾ, ഈ പിണറായി വിജയൻ അടക്കമുള്ള ഈ ക്യാപ്റ്റൻ, കൊട്ടേഷൻ സംഘത്തിന്റെ ക്യാപ്റ്റൻ ജീവിച്ചിരിക്കുന്നത്. അതൊന്നും കേരളം മറന്നു പോകില്ല, അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നു പോകാൻ പോകുന്നില്ല.